ಅಣ್ಣ ಸುನಿ ರಂಗಡ ಓಡಲು സുരംഗ അണ്ണ മനസ്സിലായില്ലേ? ശ്രദ്ധിക്കാൻ പറ. എ ഡേ വിത്ത് ഓരോ പ്ലെയർ ആണ് എന്റെ പരിപാടി. അപ്പൊ ആദ്യത്തെ ദിവസം എന്ന് പറയണത് ഡേ വിത്ത് കണ്ണാപ്പിയാണ്. അണ്ണറിയില്ല ചന്ദ്രനോട് 2 മണിക്കൂർ നടന്നേ. ഇപ്പൊ 9 ദിവസത്തേക്ക് അത്രയില്ല. അണ്ണനായിട്ടുള്ള ഡേ വിത്ത് ഒന്ന് പൊളിക്കും. ഇത്ര ദിവസമാണോ എന്തോ. നമുക്ക് അണ്ണ സുനി ರಂಗಡ ಓಡಲು ಸುರಂಗ അണ്ണ മനസ്സിലായില്ലേ? മനസ്സിലായി. ശ്രദ്ധിക്കാൻ പറ. ഇത്രയും നാളൊരു ഗ്യാപ്പ് എടുത്ത സ്ഥിതിക്ക് ഞാൻ കുറച്ച് ദിവസത്തേക്ക് നിങ്ങൾ ഓരോരുത്തരെയും ഇതാക്കാൻ വേണ്ടിയിട്ട് എ ഡേ വിത്ത് ഓരോ പ്ലെയർ ആണ് എന്റെ പരിപാടി. അത് സൂപ്പർ പരിപാടിയാണ്. സൂപ്പർ അല്ലേ? അപ്പൊ ആദ്യത്തെ ദിവസം എന്ന് പറയണത് ഡേ വിത്ത് കണ്ണാപ്പിയാണ്. അപ്പൊ മരക്കെട്ടി കുട്ടികാരനാണ് എന്ത്? അല്ല ഗ്യാങ് ആക്ടിവിറ്റി വന്നിട്ട് വരെ നമുക്കത് ഇല്ല ഗ്യാങ് ആക്ടിവിറ്റി വരുന്നതിന് മുമ്പ് മതി. അതുകൊണ്ടാണ് നിന്നെ ഞാൻ ആദ്യമേ സെലക്ട് ചെയ്തത്. ഗ്യാങ് ആക്ടിവിറ്റി വന്നു കഴിഞ്ഞാൽ നിന്റെ കൂടെ ഒരു ദിവസം വെളിയിൽ വന്നു കഴിഞ്ഞാൽ മിനിമം ഈ സിറ്റിയിൽ 10 ഗ്യാങ്ങുകളുടെ അടിയാവും. കാരണം ഊപ്പക്കണ്ടി പിള്ളേര് വന്നാണ് ഈ കൊട്ടവാസം കളിക്കുന്നത്. അതാണ് ഇപ്പൊ ദേഷ്യം വരുന്നത്. അണ്ണാ കണ്ടായിരുന്നു അവനെ എന്തിനാ അയച്ചു സംസാരിക്കരുത് ദേവിയത് എന്നോട് പ്ലീസ്. ഉണ്ണിക്കുട്ട എന്റെ ക്യാമ്പിന് നോക്കി. ഇത് കഴിഞ്ഞ അവനൊരു ഇടിയുണ്ട്. ഇത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു വരുന്നത് മറ്റന്നാൾ ഇവിടെ ഉണ്ടാവണം. ഇത് ഞാൻ പറയട്ടെ, കുറെ നാൾക്ക് ശേഷം കണ്ടതിന്റെ പുറത്തൊരു സ്നേഹവും പരിഗണനയൊക്കെ കാണിച്ചാണ്. ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ കണ്ണാപ്പി, കുറച്ച് നാൾ നിന്റെ ശബ്ദം കേൾക്കാതിരുന്നപ്പോ എനിക്ക് സത്യം പറഞ്ഞ ജീവിതത്തിൽ നല്ല സമാധാനം ഉണ്ടായിരുന്നു. നിന്റെ മറ്റേ തീട്ടം തെറിക്കുന്ന പോലത്തെ നിന്റെ ശബ്ദം ഉണ്ടല്ലോ, അത് കേൾക്കുമ്പോഴേ മനുഷ്യന് ചൊറിഞ്ഞു വരും. ഞാൻ ഒരുപാട് നാൾക്ക് ശേഷം കണ്ടോണ്ട് വെറുതെ വെറുപ്പിക്കേണ്ടെന്ന് വിചാരിച്ചാണ് കുറച്ച് സ്നേഹത്തോടൊക്കെ സംസാരിച്ചത്. വെറുതെ കൊണകൊണാന്ന് പറഞ്ഞുകൊണ്ട് എടുത്ത് വരുന്നത് നിന്നെ എനിക്ക് കാണുന്നത് തന്നെ ഇറിറ്റേഷനാണ്. സത്യം പറയാലോ, എനിക്ക് കുറച്ച് മനസ്സമാധാനമൊക്കെ കിട്ടുന്നത് വേറെ എന്തെങ്കിലും ഒക്കെ കളിക്കുമ്പോഴൊക്കെയാണ്. അങ്ങോട്ടൂടെ എഴുന്നള്ളി വരരുത്, എനിക്കത് പറയാനുള്ളൂ. അണ്ണറിയില്ല ചന്ദ്രനോട് 2 മണിക്കൂർ നടന്നേ. ഇപ്പൊ 9 ദിവസത്തേക്ക് അത്രയില്ല. ആണല്ലേ? അവൻ 9 ദിവസത്തെ ഫാൻ. 9 ദിവസം ഇല്ല. എന്റെ അണ്ണനായിട്ടുള്ള ദൈവത്തെ ഒന്ന് പൊളിക്കും. ഇത്ര ദിവസമാണോ എന്തോ. ഞാൻ വെയിറ്റിംഗ് അണ്ണ. അണ്ണനും തിടുക്കുമായിരിക്കുമല്ലേ? ഞാൻ മറ്റേ കല്യാണം കഴിഞ്ഞ് നമ്മൾ ഫസ്റ്റ് നൈറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യൂലേ, അതുപോലെ വെയിറ്റ് ചെയ്തിരിക്കും കണ്ണാപ്പി. സൂപ്പർ ആയിരിക്കും. അതാണ്. എടാ എല്ലാരും വിശേഷങ്ങളൊക്കെ പറ, സിറ്റിയിലെ വിശേഷങ്ങളൊക്കെ പറ കേക്കട്ടെ. നമ്മുടെ ചന്ദ്രൻ പോയി 9 ദിവസം. അതെന്തോ വാക്ക് 2 ദിവസം മുമ്പ് എനിക്കൊരു പേഴ്സണലി ഒരു കോള് വരുന്നു രാത്രിയിൽ. എടാ പഴയതുപോലല്ല, നമുക്കെല്ലാം ഒന്ന് സെറ്റാക്കണം. ഇനിയിപ്പം നോക്കിയും കണ്ടുമൊക്കെ വേണം ഓരോ കാര്യങ്ങൾ ചെയ്യാനും സംസാരിക്കാനും. അനാവശ്യമായിട്ട് ബാൻ ഒന്നും മേടിക്കരുത്. നീ നിന്റെ സംസാരമൊക്കെ കറക്റ്റായിട്ടൊന്ന് ഇതായിട്ട് കൊണ്ടുവരണം. നമുക്ക് ആ ഒരു ഫ്ലോ, നിനക്ക് കുറെ നാൾ RP ഗ്യാപ്പ് ആയതുകൊണ്ട് നിനക്ക് സംസാരിക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. ഒരു 2 ദിവസം കഴിയുമ്പോൾ സെറ്റാവും. നീ അതങ്ങ് ആ ഒരു ഫ്ലോയിലും കൊണ്ടുപോകണമെന്ന് എന്നെ വിളിച്ച് രാത്രി 9 മണിക്ക് ഉപദേശിച്ച നായാണത്. 9 ദിവസം അരമണിക്കൂർ മുമ്പാണ് ആള് പോയത്. എന്റെ സംശയം അനിയനാണ്. ഒന്നാമത് ഇവ വോയിസ് ചേഞ്ചറാ. ഇവന്റെ നേരിട്ടുള്ള സൗണ്ട് കേൾക്കണം. വെച്ചിട്ട് നമ്മുടെ ചർക്കരോട് ഇട്ട് കൊടുക്കുക. അവന്റെ ആഡംസാപ്പിളെങ്കിലും വളരട്ടെ, ചേട്ടനെ ഒന്നും വളർന്നില്ല. വില്ലുവിനെ എനിക്ക് കണ്ണെടുത്താ കണ്ടുകൂടാ വാസുണ്ണ. പേര് വരെ മറന്നു കേട്ടാ. ഇപ്പൊ വില്ലുവിനെ എനിക്ക് കണ്ടൂടാ. രായ സരക്ക് പേരെന്തായിരുന്നു? മയില്. അങ്ങനെയാണോ പറഞ്ഞത്? പറ ബാക്കി പറ.
എന്താന്ന് അറിയത്തില്ല, എനിക്ക് ഇവനെ കാണുമ്പോ അങ്ങ് അടിച്ചാൻ കൊല്ലാൻ തോന്നുന്നു. എനിക്ക് ഇപ്പോഴും ഇവൻ മാസിലാണെന്നുള്ളൊരു ഫീലാണ്. ഇത് ടി വി ആണെന്ന് തോന്നിയിട്ടില്ല. അതെ അതെ. എനിക്ക് ഞാൻ ചിലപ്പം ഞാൻ ചിലപ്പോ എടാ നീ പോയി മുണ്ടൂരി കഴുകി കൊടുക്കടാന്നൊക്കെ ഞാൻ പറഞ്ഞു. എനിക്ക് ഈ സെയിം ഫീലിംഗ് ആണ് ഈ കണ്ണാപ്പിയെ കാണുമ്പോ. ഇവനെ അന്നും ഇന്നും കാണുമ്പോഴും സുമതി അമ്മായിയുടെ മോൻ എന്നുള്ള രീതിയിൽ ഡോൾഫിന്റെ കുഞ്ഞാടാ. ബോബോയെ പറ്റി ഓർക്കുന്നത്. കയറാൻ വേണ്ടി ആ മാഫിയ എന്ന് പറഞ്ഞ സാധനം തുടങ്ങി. കയറി കഴിഞ്ഞാൽ അത് പിന്നെ കണ്ടിട്ടില്ല. സത്യമാ കണ്ണാപ്പി, ഏതോ പയ്യന്റെ രണ്ടു തോക്കും പിടിച്ച് പറിച്ച് മറ്റേ വലിയ മാസൊക്കെ കാണിച്ച് നമുക്ക് എന്ത് വേണം തരാന്ന് പറഞ്ഞ് വന്ന് ഇവിടെ എടുത്ത് നമുക്ക് ഈ സാൻഡി മലയറ്റം ഒന്നും അറിയത്തില്ലല്ലോ. അതറിയാതെ ഇവര് അറിയാം, അതുകൊണ്ട് ഇവരെ കയറി. നിനക്ക് ഓർമ്മയുണ്ടോ കണ്ണാപ്പി? അന്ന് അതെ, അന്ന് നമ്മൾ പറഞ്ഞു ഓർമ്മയുണ്ടോടാ? ഓ ഈ മാഫിയൊക്കെ എന്ത് സെറ്റപ്പ് ആയിരിക്കും അല്ലേ അവർക്കൊക്കെ. സത്യാണ്. അധോലോകം, തോക്ക്, വെടി. അവനെ നോക്കി, അവൻ ഇപ്പോഴും അന്നിട്ട ബ്രേസർ വള്ളിയാണ് അവന്റെ നെഞ്ചത്ത് ഇപ്പോഴും കിടക്കുന്നത്. അന്ന് തൊട്ട് ഇന്ന് വരെ ഒരു മാറ്റം ഇല്ലാത്തൊരുത്തൻ. അന്നറിയില്ല, മറ്റേ ഇടയ്ക്ക് വില്ലുമോനായിട്ട് ബാഗ് ഇട്ടാൻ അടിയായിരുന്നു ഇവരുടെ. ഈ സിറ്റിയിൽ ബ്രേസർ ഇട്ടാൻ മതിയായിരുന്നു. ഞാനും കൊന്നത് സ്റ്റീവൻ ഉണ്ടായിരുന്ന ഒരു ബ്രേസർ അവൻ ഊരി കളഞ്ഞു. പിന്നെ എടാ അത് പറഞ്ഞപ്പോഴാണ് അമ്പത്തൂരിന്റെ ഒരു കാര്യം എടുത്തു പറയാൻ എനിക്ക് തോന്നുന്നുണ്ട് കേട്ടാ. അതായത് അമ്പത്തൂര് കഴിഞ്ഞ ദിവസം സാമ്രാജ്യത്തിനെ ഒരു 4-5 പേരെ ഒറ്റയ്ക്ക് നിന്ന് അടിച്ചിടുന്നത് കണ്ട്. അമ്പത്തൂരെ നീ ഇങ്ങനത്തെ ഒരു ഗൺ പവറിൽ നീ അത് ഗ്രൈൻഡ് ചെയ്ത് ഇമ്പ്രൂവ് ചെയ്ത് ഈ ഒരു ഇതിലോട്ട് വന്നതിൽ ഒരു അപ്രിസിയേഷൻ തരുവാണ്. നിന്നെ ശരിക്കും വെടിവെക്കാനല്ല എടുത്തതെന്ന് ഈ മറ്റേ റിക്രൂട്ട്മെന്റ് ഉണ്ടോന്ന് ചോദിച്ച് എനിക്ക് ഇങ്ങനെ ഡെയിലി കോള് വന്നോണ്ടിരുന്നപ്പം ഗതി കെട്ടിട്ട് എടുത്തു പോയതാ. പക്ഷെ അവിടുന്ന് നീ ഇവിടെ ഗ്രൈൻഡ് ചെയ്ത് ഈ ഒരു ലെവലിൽ എത്തിയതിൽ ഞാൻ ഒന്നും പറയാല്ല. നിന്റെ ഗൺ പവറിൽ മാരക ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. കീപ് ഗോയിങ്. എന്നിങ്ങനെ ബാലിനൊക്കെ പിന്നെ ബാലിനൊക്കെ കിടുവേടിയാണ്. ബാലിനൊക്കെ നമ്മൾ ഇടക്കിടക്ക് പുകഴ്ത്താറുള്ളതാണ്. പിന്നെ ഇവിടെ ആർക്കെങ്കിലും വേറെ ആരെങ്കിലും പറ്റി പരാതി പറയാനുണ്ടോ? അണ്ണ എനിക്ക് 2 പറ്റി പറയാനുണ്ട്. പറ. ഒന്ന്, ഫിൽട്ടർ ഫിൽട്ടർ മിസ്റ്റർ ഫിൽട്ടർ ഐജിയിൽ എന്താണ് പറയാനുള്ളത്? അതിന് അണ്ണാ 2 പോയിന്റ് പറയാനുണ്ട്. എന്നിട്ട് പറയട്ടെ. കുറച്ചു നേരം മുന്നേ സരക്കണ്ണ എല്ലായിടത്തും ഒരേ സ്വരത്തിൽ ഒരു പേര് പറയാൻ പറഞ്ഞു. ആർക്കാണ് ഏറ്റവും കൂടുതൽ മൂഞ്ചുണ്ട് വന്ന ആളെന്ന്. എല്ലാവരും പിന്നെ 3ാമത്തെ പോയിന്റ് അണ്ണാ, ഇപ്പൊ മറ്റേ എക്സഫ് ആയിട്ടുള്ള വാറിൽ നമ്മള് മെയിൻ ഐ ജി എല്ലാം ഡൗൺ ആയപ്പോ രായണ്ണന്റെ വണ്ടിയിൽ കെവിയുടെ വണ്ടിയിൽ എല്ലാവരുടെ വണ്ടിയിൽ ആകെ 2 വണ്ടി ബാക്കിയുള്ളൂ, കുറച്ചേ ഉള്ളൂ. നമ്മളൊക്കെ സ്നൈപ്പേഴ്സാണ്. ഞാൻ ഇവിടെ സ്നൈപ്പർ കളിക്കുന്നത്. അപ്പൊ നമുക്ക് മറ്റേ കോൾ തിരിച്ചിട്ട് കളിക്കാൻ പറ്റൂല. നമ്മള് ഒരു ഫൈറ്റ് വരുമ്പോ അതിന്റെ ചുറ്റും സ്നൈപ്പ് കളിക്കാൻ നിൽക്കുന്നത് ബാക്ക് ആണല്ലേ. അപ്പം നമ്മൾ ഇങ്ങനെ പറയാ, കെവിനെ കോള് വിളി, കെവിനെ കോള് വിളി. ആള് മറ്റേ നിങ്ങൾക്ക് അറിയില്ല, നിങ്ങൾ വണ്ടിയല്ലേ ഫുൾ ട്രൈ ചെയ്തു. ഇവിടെ കേൾക്കണോ? കിട്ടിയേ പറ്റൂ. ഐജിയിലാണെന്നാണ് എനിക്ക് ഇപ്പൊ ഡൗട്ട് ഉണ്ട്. ഞാനാ അത് പിന്നെ കൊറേ നാളായില്ലേ, ഒരു കൊറേ ഗ്യാപ്പ് ഇട്ടിട്ട് പിന്നെ കളിക്കാൻ വന്നപ്പോ അല്ലടാ അവന്റെ സൈഡിൽ അവൻ പറയണത് ശരിയാ. നമ്മള് കൊറേ നാളായി വാറൊക്കെ എടുത്തിട്ട് പെട്ടെന്ന് അതിന് മുമ്പ് വൈദ്യുതി കാണിച്ചിട്ടില്ല. അവന്റെ ഇരിപ്പ് നോക്കിയ